2.5 മുൻപ് നടന്ന പ്രതികാരത്തിന്റെ കഥയാണിത്. ഒരു അച്ഛന്റെ പ്രതികാരത്തിന്റെ കഥ പറയുമ്പോഴെല്ലാം, ഓരോ പീഡനക്കേസ് വരുമ്പോഴെല്ലാം എല്ലാവരും ശങ്കരനാരായണനെ ഓർക്കും. ശരിക്കും അവരുടെ രക്ഷിതാക്കൾക്ക് മാത്രമേ അതിന്റെ വേദന അറിയുള്ളൂ. അതിന് പരിസരത്തുള്ളവർക്ക് ഒരാഴ്ച അല്ലെങ്കിൽ മാസം, വിട്ടുള്ളവർക്ക് കഴിഞ്ഞ 4 ദിവസം കൊണ്ട് എല്ലാം കഴിഞ്ഞു പോയി. അതിപ്പോൾ നമുക്കെല്ലാം മനസ്സിലാവുന്നത്. എനിക്കെൻ്റെ മനസ്സിൽ തോന്നുന്നു വെച്ചെങ്കിൽ നമുക്ക് രക്തം തിളയ്ക്കുകയാണ് ചെയ്യുക. അതായത് എനിക്ക് അത് വന്നൊരു അനുഭവം തന്നെ എല്ലാ രക്ഷിതാക്കൾക്കും ഓരോ രക്ഷിതാക്കൾക്കും വരുന്നത്. അപ്പം അതിനൊക്കെ ഞാൻ കണക്ക് വിചാരിക്കുന്നിടത്തോളം കാലം പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവർ ശിക്ഷ തീരുമാനിക്കുമ്പോൾ മാത്രമേ അതിനൊരു അറുതി വരുള്ളൂ. മകളെ പീഡിപ്പിച്ചു കൊന്നവനെ വെടിവെച്ചു കൊന്ന അച്ഛൻ, അങ്ങനെ വേണം അച്ഛനായാലെന്ന് രോഷത്തോടെ പറയും. 13 വയസ്സ് മാത്രം പ്രായമുള്ള മകൾ കൃഷ്ണപ്രിയ സ്കൂൾ വിട്ട് തിരിച്ചെത്തിയില്ല. പിന്നീട് നാട്ടുകാരോടൊപ്പം നടത്തിയ തിരച്ചിലിൽ അവളുടെ മുറിവേറ്റ് ചോരവാർന്ന മൃതദേഹം വഴിയിലുള്ള തോട്ടത്തിൽ കണ്ടെത്തി. തിരയാൻ കൂടെയുണ്ടായിരുന്നത് അയൽവാസിയായ മുഹമ്മദ് കോയയും മറ്റുള്ളവരും. നമസ്കാരം. ഞാൻ ഇന്ന് ഈ ഒരു ന്യൂസ് ഫസ്റ്റ് പ്ലേ ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ടോപ്പിക്ക് തീരുമാനിച്ച സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു വിഷയം എന്ന് കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള ന്യൂസാണ് നിങ്ങളിപ്പോൾ ഫസ്റ്റ് കേട്ടിട്ടുള്ളത്. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മലപ്പുറം ജില്ലയിൽ വണ്ടൂർ നടന്നിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ശങ്കരനാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അച്ഛൻ, ഒരിക്കലും ഒരു അച്ഛനോ ഒരു മകൾക്കോ ഒരു കുടുംബത്തിനോ ഒരിക്കലും അങ്ങനത്തെ ഒരു ഗതി വരരുത് എന്ന് അന്ന് ഈ ന്യൂസ് കേട്ട സമയത്ത് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇന്നിപ്പോൾ 2026 എത്തി നിൽക്കുന്ന സമയത്തും കാര്യങ്ങൾക്ക് വലിയ മാറ്റമൊന്നുമില്ല. പേരുകൾ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ ഈ അച്ഛൻ്റെ പേര് പറയുന്നുണ്ടെങ്കിൽ മറ്റൊരു അച്ഛൻ്റെ പേര് പറയുന്നില്ല, അയാളുടെ ഫേസ് കാണിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ കൊല്ലപ്പെട്ടത് ഒരു ദളിത് പെൺകുട്ടിയാണ്. വെറും 14 വയസ്സ് മാത്രം, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അല്ലേ. അതിനെ വകവരുത്തിയത് 2 വയസ്സ് മാത്രം കൂടുതൽ പ്രായമുള്ള കുട്ടി എന്നാണ് എല്ലാവരും പറയുന്നത്. കുട്ടി എന്ന് വിളിക്കണവനെ. വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള +2 പഠിക്കുന്ന ഒരു പയ്യൻ. അവൻ ഇതിനെ ചില വേർഡ്സ് എനിക്ക് ഈ വീഡിയോയിൽ പറയാൻ കഴിയില്ല, കാരണം യൂട്യൂബിൻ്റെ പോളിസീസ് കാരണം, പ്രത്യേകിച്ച് കുട്ടികൾ ഉൾപ്പെട്ട കേസും അങ്ങനത്തെ സംഭവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. അവൻ അതിനെ പിച്ചി ചീന്തി കൊന്നു, കൊലപ്പെടുത്തി. എന്നിട്ട് സ്കൂളിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരെയുള്ള വാണിയമ്പലം, മലപ്പുറം ജില്ലയിലെ വാണിയമ്പലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്, ഏകദേശം ഒരു 15 കിലോമീറ്റർ ദൂരെ വാണിയമ്പലം സ്ഥലത്ത് റെയിൽവേ ട്രാക്കിനടുത്ത് ഉപേക്ഷിച്ചു. അതായത് രാവിലെ സ്കൂളിലേക്ക് പോയ ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിയെ കാണാനില്ല എന്ന് പറയുന്നു. വൈകുന്നേരം ആയപ്പോൾ കുട്ടി വീട്ടിലേക്ക് കാണാനില്ല പറഞ്ഞതിന് മുന്നേ വൈകുന്നേരം ആയപ്പോൾ കുട്ടി അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഫോണിൽ വിളിച്ച്, അത് കുട്ടി മൊബൈൽ കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാനുണ്ട്, ഞാൻ പറയാം. അപ്പോൾ കുട്ടിയുടെ ഫോൺ വരുന്നു. ഞാൻ വീട്ടിലേക്ക് എത്താനായി അമ്മേ എന്ന് കുട്ടി വിളിച്ച് പറയുന്നു. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞിട്ടും കുട്ടി വരുന്നത് കാണുന്നില്ല. വളരെ ദരിദ്ര കുടുംബമാണ്. കൂലിപ്പണി എടുത്തിട്ട് കഴിയുന്ന 2 പെൺമക്കളുള്ള ഒരു അച്ഛനും അമ്മയും. അവർ വിളിച്ചു നോക്കുന്ന സമയത്ത് കുട്ടിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കുട്ടി മിസ്സിംഗ് ആണ്. ഉടനെ അവർ പരിഭ്രാന്തരായി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു. പോലീസുകാർ തിരയുന്ന സമയത്ത് ഈ കുട്ടീനെ പണ്ട് പുറകെ നടന്ന് ശല്യം ചെയ്തിട്ട് പിന്നെ പോലീസിൽ പരാതിപ്പെട്ടിട്ടുള്ളൊരു കേസുണ്ട്. ആ പയ്യൻ, അതായത് ഈ പെൺകുട്ടീനേക്കാളും 2 വയസ്സ് മൂത്തുള്ള ആ പയ്യനോട് ചോദ്യം ചെയ്ത സമയത്ത് അവൻ റിവീൽ ചെയ്യുന്നു, ഈ പെൺകുട്ടിയെ അവൻ ഈ വാണിയമ്പലം എന്ന സ്ഥലത്തുള്ള റെയിൽവേ ട്രാക്കിന് സമീപം കൊലപ്പെടുത്തി ഉപേക്ഷിച്ചു എന്നുള്ളത്. തൽക്കാലം ഇപ്പോൾ ഇവൻ്റെ പേര് മാത്രമാണ് പുറത്തു വരുന്നത്. ഇതിൻ്റെ പുറകിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ഇവൻ്റെ പേര് പറയുന്ന സമയത്ത് വലിയൊരു സംഭവം, നമ്മുടെ നാടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വേർഡ്, അല്ലെങ്കിൽ 1-2 വേർഡ്സ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് പോലെ ചേർക്കുന്നു. എന്താണെന്നറിയോ? ലഹരി, MDMA. ഇവൻ ലഹരിക്ക് അടിമയായിരുന്നു. +1 പഠിക്കുന്ന 16കാരൻ ലഹരിക്ക് അടിമയായിട്ട് എന്നെക്കാളും 2 വയസ്സ് മാത്രം പ്രായം കുറഞ്ഞ്, 2 വയസ്സ് പ്രായം കുറഞ്ഞിട്ടില്ലേ, മാത്രം 2 വയസ്സ് പ്രായം കുറഞ്ഞിട്ട് വെറും 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരുപാട് മോഹങ്ങളുമായി ഇനി ഈ ലോകം കാണണ്ടേ. വെറും 14 വർഷം മാത്രം ആ കുട്ടി ജീവിച്ചു അല്ലേ. അതിനെ അവൻ വകവരുത്തി. കുട്ടികൾ ഇൻവോൾവ് ചെയ്ത കേസായതുകൊണ്ട് പല ഭാഷയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ എന്തുകൊണ്ടാണ് ആദ്യം ഈ ക്ലിപ്പ് കാണിച്ചതെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ശങ്കരനാരായണൻ, ഞാൻ മഞ്ചേരിയാണുള്ള സ്ഥലം. ഈ ശങ്കരനാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ആ അച്ഛൻ കഴിഞ്ഞ വർഷം മരണപ്പെട്ടു കേട്ടോ.
ഈ അച്ഛൻ്റെ കേസ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. നിങ്ങൾ അറിയാത്തവർക്കായിട്ട് ഞാനിത് ജസ്റ്റ് പ്ലേ ചെയ്യാം. ഇനി ഈ വിഷയം കേട്ട് മറന്ന ആൾക്കാർക്ക് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഓർമ്മപ്പെടുത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള അറിയാം. പക്ഷെ എന്നാലും നമ്മളെ മക്കളെ ഒരുപാട് ഫ്രീഡം കൊടുത്ത് വളർത്തും. കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കും. ഈ കുട്ടിയുടെ കേസിൽ എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം അറിയില്ല. ഇനി അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു വീട്ടുകാരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ, ജീവിതം നഷ്ടപ്പെട്ടു. പക്ഷെ ഇനിയെങ്കിലും നമ്മളിപ്പോൾ എപ്പോഴും പറയില്ലേ, ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പോകാമെന്നൊക്കെ പറയില്ലേ. ഇതെന്ത് പാഠം ഉൾക്കൊള്ളുക എന്താ സംബന്ധം എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലെ ഈ നിയമം വളരെ അടിസ്ഥാനപരമായിട്ട് ഞാൻ പറയാം, രക്ഷിതാക്കളെ കുറ്റപ്പെടുത്തുന്നു, മൊബൈൽ ഉപയോഗത്തിനെ, ടീച്ചേഴ്സിനെ, കുട്ടികളെയൊക്കെ കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ പറയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ നാട്ടിൽ ലഹരി വളരെ സുലഭമായിട്ട് ലഭിക്കുകയാണ്. കണ്ടതാണല്ലോ കോഴിക്കോട് 16 വയസ്സുള്ള ഒരു പെൺകുട്ടി രാത്രി എത്തിയ സമയത്ത് എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചതെന്നുള്ളത്. അതും ആരുടെ കൈകളിൽ പെട്ടിട്ടാണെന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ എപ്പോഴും ചേർത്ത് വായിക്കുന്ന ഈ ഒരു പേരുണ്ട്, ലഹരി. മാത്രമല്ല നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ വലിയൊരു സംഭവം, ഇതൊക്കെ മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞു. ഈ 16 വയസ്സുള്ള പയ്യൻ, ഇന്നിപ്പോൾ ഈ വിഷയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കൂലേ, ഇന്നിപ്പോൾ ന്യൂസ് ചാനൽസിലൊക്കെ റൺ ചെയ്യുന്നൊരു ന്യൂസാണ്. എല്ലാം മലപ്പുറത്ത് മലപ്പുറം കരുവാരക്കുണ്ട് ഭാഗമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ, ഞാൻ മഞ്ചേരിയാണുള്ള സ്ഥലം. അപ്പോൾ ഈ മഞ്ചേരി ഞാൻ പണ്ട് ബാങ്കിൽ ജോയിൻ ചെയ്ത ആ ഒരു സമയത്താണ് ഈ അച്ഛൻ അവിടെ വന്നിരുന്നത്. ഈ അച്ഛനും ഈ കുട്ടിയുടെ സഹോദരനും കൂടി, ഈ കൊല്ലപ്പെട്ടിട്ടുള്ള ഈ ഒരു കുട്ടിയുടെ സഹോദരനും കൂടി, അന്ന് കൊല്ലപ്പെട്ടുള്ള സഹോദരനും കൂടി അന്ന് ബാങ്കിൽ വന്ന് സംസാരിച്ചു. അന്ന് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ള ബാങ്കിൽ കേട്ടോ. ആ വന്ന് സംസാരിച്ചൊരു ഓർമ്മ എനിക്കുണ്ടായി. എനിക്കിപ്പോഴൊന്ന് കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ താടി നീട്ടി വളർത്തിയിട്ടുള്ള, കഴുത്തിൽ ആ ഒരു മാലയൊക്കെ ഇട്ടിട്ടുള്ള, ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ടുള്ള ആ ഒരു അച്ഛൻ്റെ മുഖം, കാരണം ആ കുട്ടിയുടെ പണ്ടം തന്നെ പണയം വെക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അവർ അച്ഛൻ അവിടെ ബാങ്കിൽ വന്നിരുന്നത്. മീൻസ് ഗോൾഡ് ലോണിന് വേണ്ടിയിട്ടാണ് അന്ന് അവരവിടെ വന്നിരുന്നത്. അപ്പോൾ എനിക്കത് ഞാൻ ഇന്നത് ഓർത്തെടുക്കാൻ കാരണം വെച്ചാൽ സിമിലർ ഇൻസിഡൻറ്റ് ഉണ്ടായി അന്ന്. ഞാൻ അന്നത്തെ ജസ്റ്റ് ചെറിയൊരു ക്ലിപ്പ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം, എന്താണ് അന്ന് സംഭവിച്ചതെന്നുള്ളത്. ഇതിപ്പോൾ ഇന്നത്തെ ഈ ഒരു വിഷയത്തിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഇതിൻ്റെ പുറകെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. കാരണം ഈ കുട്ടിയുടെ കൈ രണ്ടും കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു. ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഇവൻ ഈ കുട്ടിയെ പുറകെ നടന്ന് ശല്യം ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഈ വീട്ടുകാർ വിലക്കി, പോലീസ് ഇടപെട്ട് ഇവനോട് ചെയ്യരുത്, ഇനി പുറകെ നടക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവനൊരു മുൻകൂർ ജാമ്യം പോലെ ഒരു കാര്യം സംസാരിച്ചിരുന്നു, ഞാൻ പിന്മാറുകയാണ്, പക്ഷേ ഈ കുട്ടിക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് പറയരുത് എന്നുള്ള രീതിയിലൊരു മുൻകൂർ ജാമ്യം പോലെ ഒരു സംസാരം എൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ന്യൂസിൽ പറയുന്നുണ്ട്. ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാം അറിയില്ല. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട്, ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്, ഈ ഒരു പെൺകുട്ടി മറ്റുള്ള കുറച്ച് ആൾക്കാരുടെ കൂടെ നടന്നു പോകുന്നു കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ അതൊക്കെ പോലീസിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുള്ളൂ. എന്തായാലും മലപ്പുറം എന്നും പറഞ്ഞിട്ട് വീണ്ടും മലപ്പുറം ഒന്ന് ഫേമസ് ആയിട്ടുണ്ട്, ഇന്ന് ചർച്ചകളിൽ വീണ്ടും വന്നിട്ടുണ്ട്. ഫോർ റോങ് റീസൺസ് നമ്മൾ പല സ്ഥലത്ത് ജീവിക്കുന്ന നമ്മളെ സ്ഥലങ്ങളൊക്കെ ഇതുപോലെ ചർച്ചാ വിഷയമാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 2005 തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു അല്ലേ, വളരെ മോശമായിട്ടുള്ളൊരു വർഷമാണ്. പക്ഷേ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് 2025 റിപ്പീറ്റ്, 2006 2005 2025 ഹിസ്റ്ററി വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 2026 കേൾക്കാൻ തുടങ്ങി നമ്മൾ ഇതന്നെ പരിപാടികൾ. നിയമം ഇല്ല. അതുകൊണ്ടാണ് ആ അച്ഛൻ്റെ വാക്കുകൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്, നാട്ടുകാർ നിയമം കയ്യിലെടുക്കണം എന്ന്. ഈ ഒരു കേസുകളിൽ, അതായത് നാട്ടുകാർക്ക് വിട്ടുകൊടുക്കണം. ഇത് ആ അച്ഛൻ്റെ ഭാഗത്ത് നമ്മളൊക്കെ എപ്പോഴും പറഞ്ഞ കേസാണ് അല്ലേ, നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുക. നാട്ടുകാർ ഇങ്ങനത്തെ ഇത് ചെയ്യുന്ന ആൾക്കാരെ അത് ആൾക്കൂട്ട വിചാരണ നടത്തുന്നതെന്നല്ല. പക്ഷേ ഇതുപോലത്തെ കേസിൽ ഇനി ഈ പറഞ്ഞ പരിപാടികൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ഒന്നുകിൽ നിയമം അത്രയും കർശനമായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ആ ശിക്ഷാവിധി നടപ്പിലാക്കാൻ ഏറ്റവും അനുയോജ്യരായിട്ടുള്ള വ്യക്തികൾ, ബാധിക്കപ്പെട്ടിട്ടുള്ള അതാത് രക്ഷിതാക്കൾ തന്നെയാണ്. ആർക്കും ഈ ഒരു ഗതി വരെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് മക്കളൊക്കെ നമുക്കുണ്ട്, പെൺമക്കളാണെങ്കിൽ ആൺമക്കളാണെങ്കിൽ ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ചിന്തിക്കാൻ പോലും കഴിയില്ല. 16 വയസ്സുള്ള അവൻ എന്ത് ശിക്ഷയായിരിക്കും കിട്ടുക എന്നുള്ളത് അറിയാലോ നമുക്ക്. എത്ര ദിവസം കൊണ്ട് അവൻ പുറത്തിറങ്ങും? ഇനിയിപ്പോൾ ജയിൽ ഏറ്റവും കൂടുതൽ ഈടായിട്ട് ചർച്ചാ വിഷയമായിട്ട് കൊണ്ടിരിക്കുന്ന വിഷയമാണ് ജയിലിലെ ഭക്ഷണം ആയിരുന്നു ആദ്യം, ജയിലിലെ കൂലി അല്ലേ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രോളിലൂടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ജയിലിൽ കടന്നു കഴിഞ്ഞാൽ ഒരു കൂലിപ്പണി, പുറത്തൊരാൾ കൂലിപ്പണി എടുത്താൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ കൂലി, നമ്മുടെ ആശാവർക്കർമാരെക്കാളും കൂടുതൽ കൂലി, ശുചീകരണ തൊഴിലാളികൾ, അത്രയും ടഫായിട്ടുള്ള ജോബ് ചെയ്യുന്ന വളരെ സന്മനസ്സുള്ള നല്ല ആൾക്കാരിൽ ഉണ്ടായിട്ടുള്ളത്. മനസ്സിനൊക്കെ യാതൊരു ദ്രോഹവും ചെയ്യാതെ സ്വന്തം അവനവൻ്റെയും കുടുംബത്തിൻ്റെയും വയറ് നിറയ്ക്കാൻ വേണ്ടി, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടി ജോലി ചെയ്യുന്നവന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ കൂലി അതിനുള്ളിൽ പോയി കിടക്കുന്ന ഇവർ പറഞ്ഞിട്ടുള്ള പഞ്ചപാവങ്ങളായിട്ടുള്ള കൊടും പാവം കുറ്റവാളികളുടെ അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെന്നാലും ജീവിതം
അത് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് അവൻ രജിസ്റ്റേർഡ് ക്രിമിനലായി മാറിക്കഴിഞ്ഞു. അവൻ്റെ പേരും കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ കഴിയുന്നത്. വേറെയുള്ള കേസിലുള്ള ആൾക്കാരാണെന്ന് നമുക്കറിയാം ഇന്ന വ്യക്തിയാണ് ഈ പുറത്തിറങ്ങിയെന്നുള്ളത്. ഇവൻ്റെ കേസിൽ ഇതുപോലത്തെ ആൾക്കാരുടെ കേസിൽ ഇതും പോലും പറയാൻ പറ്റില്ല. ഇതാരാണെന്ന് അറിയില്ല, നമ്മൾക്കിടയിലൂടെ ഇവനുണ്ടോ എന്നുള്ളത് അറിയില്ല. പഴയ നിർഭയ കേസ്, ആ മൈനറായ ചെക്കൻ അവനാണ് ഏറ്റവും കൂടുതൽ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചെന്ന് പറയപ്പെടുന്നു. അവൻ ആരാന്നുള്ളത് അറിയില്ല, അവൻ പുറത്തിറങ്ങിയിട്ട് എന്താ അവൻ്റെ ഐഡൻറ്റിറ്റി എന്നുള്ളത് അറിയില്ല, നമ്മളുടെ ഇടയിൽ അവൻ ഉണ്ടോ എന്നുള്ളത് അറിയില്ല അല്ലേ. ഭയങ്കര കഷ്ടം തോന്നിപ്പോവാൻ. കുറച്ച് ഭാഗം മാത്രം പഴയ കേസ് ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം, ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ. പെൺകുഞ്ഞുങ്ങളോട് വല്ലാത്ത കരുതലുള്ള ചിലരെങ്കിലും മറക്കാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പേരാണ് മഞ്ചേരിക്കാരൻ ശങ്കരനാരായണൻ. സിനിമാ കഥയെ പോലെ നടുക്കത്തോടെയും അമ്പരപ്പോടെയും മാത്രം ഓർക്കുന്ന ഒരു യഥാർത്ഥ ജീവിത കഥ. 2001 ഫെബ്രുവരിയിലെ ആ വൈകുന്നേരം പശുക്കളെ വളർത്തി ജീവിച്ചു പോന്ന ആ ശങ്കരനാരായണൻ എന്ന മനുഷ്യന് ഒരിക്കലും മറക്കാനാകുമായിരുന്നില്ല. 13 വയസ്സ് മാത്രം പ്രായമുള്ള മകൾ കൃഷ്ണപ്രിയ സ്കൂൾ വിട്ട് തിരിച്ചെത്തിയില്ല. പിന്നീട് നാട്ടുകാരോടൊപ്പം നടത്തിയ തെരച്ചിലിൽ അവളുടെ മുറിവേറ്റ് ചോരവാർന്ന മൃതദേഹം വഴിയിലുള്ള തോട്ടത്തിൽ കണ്ടെത്തി. തിരയാൻ കൂടെയുണ്ടായിരുന്നത് അയൽവാസിയായ മുഹമ്മദ് കോയയും മറ്റുള്ളവരും. ആ ശരീരം കണ്ട് ശങ്കരനാരായണന്റെ മനസ്സ് മുറിഞ്ഞുപോയി. പരിചയക്കാർ ആ സമയത്തൊക്കെ ഈ ന്യൂസ് വന്നപ്പോൾ എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചതെന്നുള്ള കാര്യം എനിക്ക് ഓർത്തെടുക്കാൻ പോലും പറ്റില്ല. നമ്മുടെ നാട്ടിലുള്ള പോലീസുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ഇൻക്വസ്റ്റിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ പരിചയമുള്ള പോലീസുകാരൊക്കെ പറഞ്ഞിരുന്നു, ഒരിക്കലും ഒരു മനുഷ്യന് ഏതെങ്കിലും ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ കൂടി കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്രയും വളരെ മോശമായിട്ടുള്ള രീതിയിൽ പിച്ച് ചീന്തപ്പെട്ട സിറ്റുവേഷനിലായിരുന്നു ആ കുട്ടി ഉണ്ടായിരുന്നത്. ആരെങ്കിലും ആകാം കൊലപ്പെടുത്തി എന്ന സംശയത്തിൽ പോലീസിന്റെ അന്വേഷണം നീണ്ടു. തിരച്ചിലിന് മുമ്പിലുണ്ടായിരുന്ന അയൽവാസി മുഹമ്മദ് കോയയെ സംശയിച്ചു. അപ്പോഴേക്കും അയാൾ മുങ്ങി. നാട്ടിലെ സ്ത്രീകളെ ഉപദ്രവിച്ചതും ഒളിനോട്ടത്തിനും ലഹരി കേസുകളിലും മറ്റും പ്രതിയായ 24-കാരൻ മുഹമ്മദ് കോയയെ പോലീസ് തിരഞ്ഞ് പിടികൂടി. ഇയാൾ കൊന്നു തള്ളുന്നതിനിടെ കൈക്കലാക്കിയ കൃഷ്ണപ്രിയയുടെ ആഭരണങ്ങളും കണ്ടെടുത്തു. ഇതേവരെയുള്ള കഥ സാധാരണ കൊലപാതക കേസുകളിലെ പതിവ് ചിത്രം മാത്രം. പക്ഷേ പിന്നീടാണ് യഥാർത്ഥ ക്ലൈമാക്സ്. മകൾ പൂമ്പാറ്റയെപ്പോലെ പാരി നടന്ന ആ വീടിനുള്ളിൽ ശങ്കരനാരായണൻ പിന്നീട് കയറിയില്ല. അവളോടൊപ്പം കിടന്നിരുന്ന കട്ടിൽ വീടിന് പുറത്തേക്ക് വലിച്ചിട്ട് രാത്രികളിൽ തീയണയാത്ത മനസ്സുമായി അയാൾ കഴിഞ്ഞു. കൊല നടന്ന് മാസങ്ങൾക്കകം പ്രതി ജാമ്യത്തിലിറങ്ങി. പുറത്തിറങ്ങിയ മുഹമ്മദ് കോയയുമായി ശങ്കരനാരായണൻ ചങ്ങാത്തത്തിലായി. നാട്ടുകാർ തലയിൽ കൈവച്ചു. അയാൾക്ക് കിറുക്കെന്ന് പറഞ്ഞു. അവരോടൊക്കെ ശങ്കരനാരായണൻ പറഞ്ഞു മുഹമ്മദ് കോയ നിരപരാധിയാണെന്ന്. അവരൊന്നിച്ച് നാട്ടിലെ പാറപ്പുറത്തിരുന്ന് മദ്യപിച്ചു, വെടി പറഞ്ഞു. ആ കൂട്ടുകെട്ടിന്റെ നിഗൂഢത മറ്റാർക്കും മനസ്സിലായില്ല. 2002 ജൂലൈ മാസം ആ നാട് കേട്ടുണർന്നത് മുഹമ്മദ് കോയയുടെ മരണവാർത്തയായിരുന്നു. പൊട്ടക്കിണറ്റിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കുഞ്ഞു കൃഷ്ണപ്രിയയുടെ കൊലയാളി. കൊന്നതാരെന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നില്ല, നാട്ടുകാർക്കും. പോലീസ് ശങ്കരനാരായണനെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തു. ആ രാത്രി എന്ത് നടന്നു എന്ന രഹസ്യം ശങ്കരനാരായണൻ ആരോടും പറഞ്ഞില്ല. എന്നേക്കുമായി ആ രഹസ്യം അയാൾ മനസ്സിലൊളിപ്പിച്ചു. ഒരു കോടതിയിലും കുറ്റം ഏറ്റു പറഞ്ഞില്ല. മഞ്ചേരി സെഷൻസ് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. അപ്പീലിൽ ഹൈക്കോടതി പ്രോസിക്യൂഷനോട് ആ ചോദ്യം ചോദിച്ചു. സ്ഥിരം കുറ്റവാളിയായ മുഹമ്മദ് കോയയ്ക്ക് ശങ്കരനാരായണൻ മാത്രമായിരുന്നോ ശത്രു? ഹൈക്കോടതി വിട്ടയച്ചപ്പോൾ ജയിലും കടന്ന് സ്വതന്ത്രനായി ശങ്കരനാരായണൻ. നീട്ടി വളർത്തിയ താടിയും മുടിയും വീട്ടിലെത്തി വെട്ടിയൊതുക്കിയപ്പോൾ സിനിമയിലും പുറത്തും കേൾക്കാറുള്ള ആ മുന്നറിയിപ്പോർത്ത് വീണ്ടും ചിരിച്ചു കാണും. ആരും നിയമം കയ്യിലെടുക്കരുത്. പീഡിപ്പിക്കപ്പെട്ട പെൺമക്കളുള്ള എല്ലാ അച്ഛന്മാർക്കും എക്കാലത്തേക്കുമായി ഒരേ ഒരു ഹീറോ, അതാണ് ശങ്കരനാരായണൻ. ഷാജഹാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഞാൻ പെട്ടെന്നേ ഇപ്പം എൻ്റെ ഒരു കേസിൽ ഞാൻ ഈ ഒരു സംഭവം ഒരുപാട് പ്രാവശ്യം ബാങ്കിൽ വന്നിട്ട് ഈ വ്യക്തിയെ ഞാൻ കണ്ടതുകൊണ്ട് ആ അനിയൻ്റെ മുഖമൊക്കെ ഒന്നും എൻ്റെ മനസ്സിലായി. അനിയല്ല, ഏട്ടൻ്റെ, ആ കുട്ടറെ ഏട്ടൻ്റെ മുഖം പേര് എനിക്കറിയാം, ഞാൻ പറയുന്നില്ല. ഇപ്പം ഒന്നും എനിക്ക് ആ പേര് ഓർമ്മയുണ്ട്. എനിക്ക് ആ സിറ്റുവേഷൻ അടക്കം ഇപ്പോൾ ഓർമ്മയുണ്ട്. അപ്പം ഞാൻ ഇന്നത് ഓർത്തെടുക്കുകയാണ്. ഒന്നും മാറ്റമില്ല അല്ലേ, നമ്മുടെ നാട്ടിൽ ഒരു മാറ്റമില്ല. എന്താ നമ്മുടെ നാട്ടിൽ മാറിയിട്ടുള്ളത്? ടെക്നോളജി വളർന്നു അല്ലേ, വേറെ ഒന്നുമില്ല. മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്ക് ഒന്നുമില്ല. വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി, വല്ല ഡ്രഗ്സും പരിപാടിയും ഇതുപോലത്തെ സംഗതികളൊക്കെ കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലുമൊക്കെ വല്ലാത്തൊരു കഷ്ടം. ഇത് ഞാൻ പറയുന്ന കൂട്ടത്തിലൊരു കാര്യം കൂടി പറയണം. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവമാണ്. പേഴ്സണൽ അനുഭവം അല്ല, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ ഈ പെരിന്തൽമണ്ണ അടുത്ത്, മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ അടുത്ത് ഒരു പെൺകുട്ടിയെ ഒരു പയ്യൻ വീട്ടിലെത്തി വെട്ടിക്കൊന്നിട്ടുള്ളൊരു കേസുണ്ട്. ഇവിടെ പെരിന്തൽമണ്ണ അടുത്ത് ഏലംകുളം എന്ന് പറഞ്ഞിട്ടുള്ളത്, ചെറുകര എന്ന സ്ഥലത്ത്. അവിടെ അടുത്ത് ഞങ്ങൾക്കൊരു റിലേറ്റീവ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയ സമയത്ത്
ദൃശ്യ എന്നാണ് കുട്ടിയുടെ പേര്. അതെ, ഓർമ്മയുണ്ടോ? അച്ഛൻ്റെ ചെരുപ്പ് കട തീയിട്ടിട്ട് ഒരു പയ്യൻ ചെരുപ്പ് കട തീയിട്ടു. അത് നോക്കാൻ വേണ്ടി അച്ഛൻ പോയ നേരം വീട്ടിൽ വന്നിട്ട് ഈ പെൺകുട്ടിയെ കുത്തിക്കൊന്നു. ദൃശ്യനെ കുത്തി ആകെ കൊന്നു. അനിയത്തിനെയും ഇതാക്കി. ആ ഒരു പെൺകുട്ടി മരിച്ചല്ലോ. എന്നിട്ട് കുറേ ദിവസമായിട്ട് പോലീസ് കേസും എടുക്കണം. ആ ചങ്ങാതിയുടെ കഥ ഇപ്പോൾ നിങ്ങൾക്ക് അറിയോ? ആ ഒരു മൃഗം എന്താ പോലെ പറയല്ലേ, അങ്ങനത്തെ ആൾക്കാരൊക്കെ വിശേഷിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. അവൻ ജയിലല്ല, അവന് മാനസിക രോഗമാണെന്ന് പറഞ്ഞിട്ട് അവനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. അവന് ഇപ്പോൾ കക്കൂസ് പൊളിച്ച് പുറത്ത് ചാടി. അവനിപ്പോൾ എവിടെയാണെന്നുള്ളത് അറിയില്ല. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം അറിയോ? ആ അച്ഛൻ മരിച്ചു. ആ അമ്മയും, പിന്നെ അതിന് ന്യൂസ് ഇപ്പോൾ എടുത്ത് ടി വിയിൽ വന്നിരുന്നു. ആ അമ്മയും ആ ഇളയ സഹോദരിയും മാത്രമേ ഇപ്പോൾ ജീവിക്കുന്നുള്ളൂ. രണ്ടുപേരും ജീവിക്കുന്നു. ആ അമ്മ ഇതൊരു ഇൻ്റർവ്യൂ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും പേപ്പറിൽ. അതിപ്പം ചാടി എന്ന് പറഞ്ഞപ്പോൾ ആ ന്യൂസ് വന്നിരുന്നു. ഞങ്ങൾക്ക് ഇനി എന്ത് പ്രൊട്ടക്ഷനാണുള്ളത്, ഏത് നിമിഷവും ഞങ്ങൾ എന്തും ആവാം, കാരണം ഈ കുടുംബം മുഴുവൻ തീർക്കുന്നുണ്ടോ മറ്റോ നടക്കുന്നു പറഞ്ഞിട്ടിരുന്നു. ഞാനിപ്പോൾ അടുത്ത് അവിടെ റിലേറ്റീവിൻ്റെ അവിടെ പോയ സമയത്ത് അവിടെ ആ ഏരിയയിൽ പോയി. അവിടെ പോലീസുകാരൊക്കെ ഉണ്ട്, അവരുടെ വീടിന് കാവൽ നിൽക്കുന്നുണ്ട്. ഇവരെവിടെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ ഇതുപോലത്തെ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർ, ഇതുപോലത്തെ കുറ്റവാളികൾക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ പിടിക്കപ്പെട്ടാൽ ജയിലിൽ പോയിട്ട് ഈ രീതിയിൽ ഇങ്ങനെ പൊറോട്ടയും ചിക്കനും ചെമ്മീനും മറ്റേ എന്താ പറയുക മട്ടനും കിട്ടണമൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ജീവിക്കുക. പിന്നെ അവിടെ പണിയെടുക്കുന്നതിന് നാട്ടിൽ എവിടെയെങ്കിലും കിട്ടാത്ത രീതിയിൽ കൂലിയും വാങ്ങുക. വളരെ സന്തോഷം ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മറുവിഭാഗത്ത് ഇതിൻ്റെ കാര്യത്തിൽ ബാധിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ജീവിതം തന്നെ, അതായത് നമ്മൾ ഒരു സുപ്രഭാതത്തിൽ എല്ലാം തകിടം മറിയും. ഇപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടല്ല, നമ്മുടെ നാട്ടിലുള്ള നിയമവ്യവസ്ഥയുടെ പോരായ്മകൾ കൊണ്ടും നിയമ സംവിധാനത്തിൻ്റെ വീഴ്ചകൾ കൊണ്ടും, അല്ലെങ്കിൽ ഈ ചെക്കൻ ഇതുപോലെ ഉണ്ടായിട്ട് പോലീസ് വോൺ ചെയ്ത് വിട്ടതാണ്. അപ്പോൾ അവനറിയാം വോൺ ചെയ്ത് അത്ര തന്നെ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പോയി ആ അച്ഛൻ്റെ ആ കരച്ചിലാവുന്നുണ്ട്, ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ കാര്യം. എനിക്കിതെന്താ അറിയോ, ആ രാവിലത്തെ ക്ലിപ്സൊന്നും നമ്മുടെ പ്ലേ ചെയ്യാൻ വയ്യ. ന്യൂസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അഞ്ചായി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ പോളിസി പ്രകാരം നമുക്കത് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും. കാരണം തികയാത്ത കുട്ടികളായതുകൊണ്ട് അങ്ങനത്തെ ചെറിയൊരു വിഷയമുണ്ട്. എന്തായാലും പിന്നെ നാളെയും നമ്മൾ ഓരോ പ്രാവശ്യം പറയണ പോലെ ഇനിയെങ്കിലും ഇതുപോലത്തെ വാർത്തകൾ കേൾക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ നാട്ടിൽ ലഹരി സുലഭമായിട്ടുണ്ട്. ഇത് അടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇന്നത്തെ കാലത്ത് ആരോടെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ നമുക്ക് അറിയില്ല എന്നല്ല കഴിയില്ല. കാരണം ഞാനും നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പ്രശ്നങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു അടിപിടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. ഇന്ന് എന്താണ് അടുത്ത സിറ്റുവേഷനിൽ ആൾ വരുന്നത്? ഒരു വളരെ നിസ്സാരമായിട്ട് വണ്ടിയിൽ പോകുന്ന സമയത്ത് ഒരു ഹോൺ അടിക്കുമ്പോഴും കൂടി എതിരെയുള്ള മറ്റവൻ്റെ മനസ്സെന്താ, അവൻ്റെ ബ്ലഡിലൂടെ ഓടുന്ന സാധനം എന്താ, വെയിൻസിലൂടെ ഓടുന്ന സാധനം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ ഈ ചെക്കൻ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുണ്ട്. 16 വയസ്സുള്ളവനാണ്. എന്ത് ശിക്ഷ അവന് കിട്ടും? അത് കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങും. നമ്മുടെ ഇടയിൽ ഇവൻ പിന്നെയുണ്ടാവും അല്ലേ? എന്താണ് ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായം? ഇതിലൊരു അഭിപ്രായം ആർക്കും പറയാൻ ഉണ്ടായിരിക്കില്ല. നമുക്ക് ആലോചിച്ചറിയാം. ഭയങ്കര ന്യൂസായി പോയി കേട്ട സമയത്ത്. നിങ്ങൾ എത്ര പേര് കേട്ടു എന്നുള്ള അറിയില്ല. കേൾക്കാത്തവരൊക്കെ ആയിട്ട് ഇന്നത്തെ ന്യൂസ് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇന്ന് ഇങ്ങനത്തെ സംഗതികൾ നമ്മുടെ നാട്ടിൽ നടന്നുള്ളത്. 2026 നിയമ സംവിധാനങ്ങളൊക്കെ ഒരുപാടുണ്ട്. എല്ലാം കൂടിയിട്ടുണ്ട്. പോലീസുണ്ട്, ഫോഴ്സ് കൂടിയിട്ടുണ്ട്, ഇൻ്റലിജൻസ് കൂടിയിട്ടുണ്ട്. എത്ര കൂടിക്കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ മേലെ കൂടെ പറക്കാനുള്ള ചിറകുകൾ ഈ ദുഷ്ട ശക്തികൾക്ക് ഉള്ളിടത്തോളം കാലം ഇത് ഇങ്ങനെ തന്നെയൊക്കെ പോകും.